ഉമാ തോമസ് എം.എൽ.എ വീണു പരിക്കേറ്റ സംഭവത്തിൽ കൂട്ടനൃത്തത്തിന്റെ സംഘാടകരായ മൃദംഗവിഷന്റെ ഒരു ബാങ്ക് അക്കൗണ്ട് കൂടി മരവിപ്പിക്കാൻ പോലീസ് കത്ത് നൽകി. പരിപാടിക്കുള്ള തട്ടിക്കൂട്ട് സ്റ്റേജ് നിർമ്മിച്ചത് തലേന്ന് രാത്രിയാണെന്ന് വ്യക്തമായതിന് പിന്നാലെ വിശ്വാസവഞ്ചന കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാരി രംഗത്ത് വന്നു. പ്രധാന കേസിൽ അറസ്റ്റിലായ മൃദംഗവിഷൻ എം.ഡി നിഗോഷിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. 38 ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നെന്ന് വ്യക്തമാകുന്ന മൃദംഗവിഷന്റെ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിനു പിന്നാലെയാണ് കൂടുതൽ നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. മറ്റൊരു അക്കൗണ്ട് കൂടി മരവിപ്പിക്കണമെന്ന് കാട്ടി പോലീസ് ബാങ്കിന് അപേക്ഷ നൽകി. ഈ അക്കൗണ്ട് വഴിയും വൻതുകയുടെ ഇടപാടുകൾ നടന്നെന്നാണ് ബോധ്യമാകുന്നത്. ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയാണ്. തട്ടിക്കൂട്ട് ക്രമീകരണങ്ങൾ ഒരുക്കിയതിന്റെ ഫലമായി ഉമാ തോമസ് എം.എൽ.എ വീണ് പരിക്കേൽക്കാനിടയായ സംഭവത്തിലെടുത്ത കേസിനൊപ്പമാണ് വിശ്വാസവഞ്ചന കേസിലെ പോലീസ് നടപടി. അതിനിടെ പ്രധാന കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മൃദംഗവിഷൻ എം.ഡി നിഗോഷ് കുമാറിനെ പാലാരിവട്ടം പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസം ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കീഴടങ്ങാതിരുന്ന PS ജനീഷിന്റെ അറസ്റ്റും ഉടൻ രേഖപ്പെടുത്തും. CEO ഷമീർ, ഇവന്റ്സ് ഇന്ത്യ പ്രൊപ്പറേറ്റർ കൃഷ്ണകുമാർ, താൽക്കാലിക വേദി തയ്യാറാക്കിയ ബെന്നി എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. എന്നാൽ വിശ്വാസവഞ്ചന കേസിൽ ശക്തമായ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നില്ലെന്ന വിമർശനവുമായി പരാതിക്കാരിയും പരിപാടിയിൽ പങ്കെടുത്ത കുട്ടിയുടെ അമ്മയുമായ ബിജി രംഗത്ത് വന്നു. ഇതിനകത്ത് ഇത്ര തീവ്രമായ രീതിയിൽ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞ് അതിന് സജ്ജമായ ഒരു ടീം അവിടെ ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പാലാരിവട്ടം സ്റ്റേഷനിൽ. പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്നത് വൻ സുരക്ഷാ വീഴ്ചയാണെന്ന് വ്യക്തമാകുന്ന വിവരങ്ങളാണ് അനുദിനം പുറത്തുവരുന്നത്. തട്ടിക്കൂട്ട് രീതിയിൽ സ്റ്റേജ് നിർമ്മിച്ചത് പരിപാടിയുടെ തലേന്ന് രാത്രിയാണ്. നിർമ്മാണം പൂർത്തിയായതാകട്ടെ പരിപാടി ദിവസമായ 29-ന് പുലർച്ചെയും. സംഘാടകർ അനുമതിക്കായി കോർപ്പറേഷനെ സമീപിച്ചത് തലേന്നായിരുന്നു. ഹെൽത്ത് വിഭാഗവും മറ്റും പരിശോധനയ്ക്കെത്തിയ സമയം സ്റ്റേജ് നിർമ്മിച്ചിരുന്നുമില്ല. സ്റ്റേഡിയത്തിൽ ആദ്യമുണ്ടായിരുന്നത് ഒരു ആംബുലൻസും ക്യാരവാനും മാത്രം. സ്റ്റേഡിയം വിട്ടു നൽകിയപ്പോൾ GCDAയും മൃദംഗവിഷനും തമ്മിലുള്ള കരാറിലെ കാര്യങ്ങളും കൃത്യമായി പാലിക്കപ്പെട്ടില്ല. പരിപാടിക്കെത്തിയ കുട്ടികളും വെള്ളം പോലും കിട്ടാതെ ഏറെ ബുദ്ധിമുട്ട് സഹിച്ചു എന്നാണ് പരാതികൾ. വൻ പണപ്പിരിവ് നടത്തിയിട്ടും വേണ്ടത്ര ക്രമീകരണങ്ങൾ സംഘാടകർ ഒരുക്കിയില്ല. ഇവരുടെ നിരുത്തരവാദ സമീപനത്തിന് കൂട്ടുനിന്ന ബന്ധപ്പെട്ട വകുപ്പുകളും കുറ്റക്കാരാണ്. ക്യാമറമാൻ ജോയ് CR-നൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.